വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഇടാനായിട്ട് വൈകിയത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അവധി ദിവസത്തെ വ്ളോഗാണ്. കുറേയധികം വിശേഷങ്ങളും റെസിപ്പീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അരി ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായിട്ടുള്ള ചക്കക്കുരുവാണ്. അപ്പോൾ അങ്ങനെ ചക്കക്കുരു നമ്മുടെ ബാംഗ്ലൂർ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പം ചക്ക കണ്ട് അങ്ങനെ ചക്ക മേടിച്ചുകൊണ്ട് വന്നു. ചക്ക കിട്ടിയാൽ പിന്നെ നമ്മൾ ചക്കക്കുരു ഒന്നും വിടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചക്കക്കുരു ക്ലീൻ ചെയ്തിട്ട് ഞാൻ കൊഞ്ചുമാങ്ങ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചക്കക്കുരുവും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു 5-6 ചക്കക്കുരു ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊഞ്ചുമാങ്ങയുടെ റെസിപ്പി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓണാട്ടുകരക്കാരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കൊഞ്ചുമാങ്ങ എന്ന് പറയുന്നത് കുംഭഭരണി സമയത്ത്. അപ്പോൾ ഇന്ന് ചക്കക്കുരു ഇട്ടിട്ട് കൊഞ്ചുമാങ്ങ വെക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക ഞങ്ങൾക്ക് ഒരു അരമുറിയാണ് കിട്ടിയിരുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര റേറ്റാണ് ഇവിടെ ചക്കയൊക്കെ മേടിക്കാനായിട്ട്. പക്ഷെ നമുക്ക് ലാഭത്തിന് 100 രൂപയ്ക്ക് കിട്ടി. അതും നല്ല ചുളയുള്ള ചക്കയായിരുന്നു. അപ്പോൾ എന്തായാലും ലാഭമായി. അപ്പോൾ എന്തായാലും ചക്ക വേവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മീനും കൂടെ ആകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇതിനു പോയി മീൻ നോക്കിയപ്പോൾ അയലയാണ് കിട്ടിയത്. അപ്പോൾ അയല മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ അയല ഇനിയിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നമ്മളങ്ങനെ മീനൊന്നും സ്ഥിരമായിട്ട് ഇവിടെ വാങ്ങിക്കാറില്ല, വല്ലപ്പോഴും വാങ്ങിക്കാറുള്ളൂ. കാരണം അത്ര ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കിട്ടാറില്ല നാട്ടിലെ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മീൻ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോൾ മാത്രമേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ. അങ്ങനെ മീനെല്ലാം ക്ലീൻ ചെയ്ത് വറക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും സെപ്പറേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വറക്കാനുള്ളത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും, കറി വെക്കാനുള്ളത് ഇപ്പോൾ തന്നെ വെക്കാമെന്ന് ഓർത്തു. മണിയനോ? പുതിയ ഫ്രണ്ടാണോ? ഏത് ഫിഷാ അത്? ഫൈറ്റർ ഫിഷാ? ഇതാര് മേടിച്ചാ? അങ്ങനെ പാത്തുവിൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫിഷിനെ വാങ്ങിച്ചു തരാമെന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയ ടൈമിൽ പാത്തു കാണാതെ തന്നെ എടുത്തുകൊണ്ട് വന്ന് ഇതിന് പാത്തുവിൻ്റെ കൊടുത്ത ആൾ ഭയങ്കര ഹാപ്പിയായി. ഒരു ഫിഷിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ കൂട്ട്, ഇതെൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിന് പേരും ഇട്ടു അവൾ തന്നെ, മണിയൻ എന്നാണ് അവൾ പേരിട്ടത്. മാവേലിക്കരയിലെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു, മണിയൻ എന്ന് പേരുള്ള. അപ്പോൾ അതേ പേര് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫിഷിനും അവൾ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കൊഞ്ചുമാങ്ങ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അളവ് പറയുവാണെങ്കിൽ ഒരു കൈപ്പിടി കൊഞ്ചാണ് കേട്ടോ. അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് വേണം നമ്മൾ അതൊന്ന് കഴുകിയെടുത്ത് കൊഞ്ചുമാങ്ങ വെക്കാനായിട്ട്. അപ്പം വീട്ടിൽ അമ്മ വെക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിലേക്കിപ്പം എക്സ്ട്രാ ആയിട്ട് ചക്കക്കുരുവും കൂടി ഇട്ടിട്ടുണ്ട്. ചക്കക്കുരു ഉള്ള സമയത്ത് നമുക്ക് ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 ചക്കക്കുരു ചെറുതായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കൊച്ചുള്ളി. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചതച്ചെടുത്താണ് കേട്ടോ തേങ്ങ. നമ്മൾ അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊഞ്ച് ഉണക്കക്കൊഞ്ചായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ എന്തായാലും ഉപ്പ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് വേവാനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് മീൻ കറി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിന് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 10-12 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 8-10 കൊച്ചുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മീൻ കറി വെക്കുന്ന റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊച്ചുള്ളി ഇട്ടിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ കൊഞ്ചൊക്കെ ഒന്ന് തിളച്ച് വേകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ പുളി നോക്കിയിട്ട് വേണം നിങ്ങൾ അതിൻ്റെ അളവ് തീരുമാനിക്കാൻ എത്രമാത്രം വേണമെന്ന്. അപ്പോൾ പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാങ്ങയുടെ 1/4 ഭാഗമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ അവിടെ ഇരുന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക്
ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കളറും എരിവും ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റി. പിന്നെ ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം ഒഴിച്ചൊഴിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം വറ്റി ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീൻ കറിക്ക് വേണ്ട വെള്ളം എത്രയാണോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം ഏകദേശം 1 കിലോയോളം ഉണ്ട് അയലമീൻ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ നിങ്ങൾ മീൻ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഇത്തിരി തിക്കായിട്ട് ഗ്രേവി ഇരിക്കുന്നതായിരിക്കും മീൻ കറിക്കൊക്കെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കണം, എന്നാൽ ഒരുപാട് കുറഞ്ഞും പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിരുന്ന് മീനൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള തരം ചക്ക. അപ്പോൾ ചക്ക തലേന്ന് മേടിച്ചുകൊണ്ട് വന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ പകുതി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനിയിപ്പോൾ ഞാൻ അപ്പം തന്നെ ഒന്ന് വെട്ടിയെടുത്ത് ഫ്രിഡ്ജ് വെക്കാമെന്ന് വിചാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇത് പഴുത്തു പോകും. അപ്പം തന്നെ ചെറിയൊരു പുളിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ വിരിച്ച് ചക്കയൊക്കെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പം പാത്തുവിന് ചക്ക ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാലമായിട്ട് കാത്തിരുന്ന ചക്ക കിട്ടിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് ചക്കച്ചുളയൊക്കെ കഴിച്ചു, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റാണ് ചക്ക എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ എന്നും തന്നെ കഴിക്കാൻ പറ്റിയാണ്. പക്ഷേങ്കിൽ നമ്മൾ വെളിയിലൊക്കെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാവുന്നത്. ഈ ഒരു സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ചക്ക മാങ്ങയൊക്കെ കിട്ടാതെ വരുമ്പോൾ. അപ്പോൾ രാത്രി തന്നെ ഞാൻ അതെല്ലാം കീന്തിയെടുത്ത് ഒരു സിപ്ലോ കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വേവിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയ മൾട്ടി സ്റ്റീമർ ഉണ്ട്. നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് ധാരാളമാണ്. ഈ ഒരു മൾട്ടി സ്റ്റീമറിലാണ് കേട്ടോ ഞാനിപ്പോൾ ചക്ക വേവിക്കുന്നത്. എൻ്റെ വീട്ടിൽ അമ്മ എപ്പോഴും ചക്ക വേവിക്കാറ് മൾട്ടി സ്റ്റീമറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മൾട്ടി സ്റ്റീമറിൽ തന്നെയാണ് ഇപ്പോൾ വേവിക്കാറ്. കഴിഞ്ഞ വർഷവും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിനകത്തോട്ട് ചക്ക ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക ഇട്ട് കൊടുത്തിട്ട് അടിയിലെ ആ ആവി കൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് വന്നോളൂ. അത് അവിടെ ഇരുന്ന് വേകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ നിർത്തി വെച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അത് കുറേ നാളായിട്ട് ഇങ്ങനെ നിന്ന് പോയിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അത് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇന്ന് ഞാനൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹൗസ് ഹസ്ബൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജോലി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഹൗസ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെങ്കിൽ നമ്മൾ പറയാറുണ്ട്, സ്ത്രീകൾ പറയാറുണ്ട് ഹൗസ് വൈഫാന്ന്. എന്നാൽ ഇപ്പോൾ ഇത് പറയാനായിട്ടൊരു റീസൺ ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന വിജയ് മാധവ്, അതുപോലെ തന്നെ നമ്മുടെ ദേവിക നമ്പ്യാർ, അവരുടെ ഒരു ചാനലിൽ ഈയിടെയായിട്ടിട്ട ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാനൊരു വിഷയത്തിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പം അത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ നിങ്ങൾ പലരും കാണുന്നതായിരിക്കും. അപ്പോൾ അതിൽ ദേവിക ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ്. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്ന ഭാര്യയെയും കുഞ്ഞിനെയും ഏറ്റവും സന്തോഷത്തോടെയും കരുതലോടുകൂടിയും അവരുടെ കാര്യങ്ങളും നോക്കി നിറവേറ്റുന്ന ഒരു ഹസ്ബൻഡാണ് വിജയ്. അപ്പോൾ അവർക്ക് വരുന്ന കുറേയധികം കമൻസ് കണ്ടിട്ട് അതിനുള്ള ഒരു മറുപടി വീഡിയോ ആയിട്ടാണ് വിജയ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത്. അതായത് വീട്ടുജോലികളും കുട്ടികളും നോട്ടവും ഒക്കെ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ ഇതൊക്കെ നമുക്കും ചെയ്യാമെന്നും നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണെന്നുമാണ് വിജയ് ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു വീഡിയോ കൂടെ. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളവരെ പെൺകോന്തനെന്നോ അച്ചിക്കോന്തനെന്നോ വേറെ ഒരു പണിയില്ലാത്തവനെന്നോ വീട്ടുകാർ തന്നെ അതുപോലെ തന്നെ ചുറ്റുമുള്ളവരും പറഞ്ഞ് കളിയാക്കാറുണ്ട്. അത് കാണുമ്പം അവർക്ക് വീണ്ടും ചെയ്യാനായിട്ടൊരു മടിയും തോന്നാറുണ്ട്. പക്ഷേ ഇതേ കാര്യം നമ്മൾ പലതവണ നിങ്ങളുമായിട്ട് നമ്മുടെ പല വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഭർത്താവിൻ്റെ മാത്രം കടമയാണെന്ന് ചിന്തിക്കുന്നവർ. അപ്പോൾ അത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരല്ല എങ്കിൽ മോസ്റ്റ്ലി വീട്ടിലെ ജോലികൾ അവരുടേത് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ജോലിക്ക് പോകാത്ത ഭാര്യ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് വീട്ടിലെ ജോലികൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിരിക്കില്ല. അതേപോലെ തന്നെ തിരിച്ചും ആയിരിക്കില്ല.
അവധി ദിവസങ്ങൾ പക്ഷേ അവർക്ക് ഒരേപോലെ സഹായിക്കാനായിട്ട് പറ്റും. ഒരു ഫാമിലി നന്നാവുന്നത് ഭാര്യയും ഭർത്താവും ഒരേപോലെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുമ്പോഴാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അവിടെ അപ്പോൾ സമാധാനവും സന്തോഷവും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അതുപോലെ പുതിയ പുതിയ ടോപ്പിക്കുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൊഞ്ചുമാങ്ങയും ചക്കപ്പുഴുക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കൊഞ്ചുമാങ്ങ ഉണ്ടാക്കി ലാസ്റ്റ് ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ഞാൻ പറയുന്നില്ല, ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കി എല്ലാം പാകത്തിനായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ ശ്രദ്ധിച്ചോണം. അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചോറ് റെഡിയായപ്പോൾ അതും കൂടെ ഒന്ന് വാർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇവിടെ പാത്തുവിന് ദിനു അവധിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പാത്തുവിൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കളിക്കണം. അതാണ് കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഏത് സമയത്ത് ഗണ്ണ് ഷൂട്ട് ചെയ്യലാണ് കേട്ടോ പരിപാടി. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനിയിപ്പം ചക്കപ്പുഴുക്കും മീൻകറിയും കൂടെ പാത്തുവിന് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ പാത്തു ഇതുവരെ ചക്കപ്പുഴുക്ക് കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയെങ്കിലും അവൾ ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ലായിരുന്നു. ഇത്തവണ എന്തായാലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ചക്കപ്പുഴുക്കും മീൻകറിയും കൂടെ എടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൊതി വരുന്നുണ്ടാവും. കറിവേപ്പില വേണ്ട. പാത്തു ചക്ക കഴിക്കാൻ പോണോ? ചക്കപ്പുഴുക്ക് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. സൂപ്പറാ? ഇഷ്ടപ്പെട്ടോ? അതെന്താ അത് കൈ വെച്ച് കാണിക്കുന്നത്? ഇതെന്താ ഇത്? ഇതെന്താ ഇത്? ചക്ക കഴിക്ക്. കറിവേപ്പില ഇല്ലടാ, തേങ്ങയാ. അങ്ങനെ പാത്തൂനും ചക്കപ്പുഴുക്ക് ഇഷ്ടപ്പെട്ടു. അവൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാണ്, പക്ഷേങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. കപ്പപ്പുഴുക്കൊന്നും അവൾ അങ്ങനെ കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു. പക്ഷേ കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്കും സന്തോഷമായി, കാരണം എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അവളും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞാലും എനിക്കും വളരെയധികം സന്തോഷം തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടെ ടേബിളിലേക്ക് എടുത്തു വെച്ചു. ഫുഡെല്ലാം നമ്മളും കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചക്കപ്പുഴുക്ക് വേവിച്ചതിൻ്റെ പകുതിയായി. അതിനിടയ്ക്ക് എല്ലാവരും കഴിച്ച് പിന്നെ ഇന്നത്തെ ലഞ്ചിന് മോരുകറി ഉണ്ട്, കുറച്ച് അച്ചാറുണ്ട്, കൊഞ്ചുമാങ്ങയുണ്ട്, പിന്നെ ചോറ്, അതുപോലെ തന്നെ മീൻ കറി. പിന്നെ മീൻ വറക്കാൻ എടുത്തില്ല കേട്ടോ, കാരണം ഇത്രയും കറികളുള്ളത് കൊണ്ട് തന്നെ മീൻ വറക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കൊഞ്ചുമാങ്ങ വെക്കുമ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് തിക്കായിട്ട് വെക്കാം, ഇത്രയും ചാറില്ലാതെ. ഇതിനു കുറച്ച് ഗ്രേവിയോട് കൂടി കൊഞ്ചുമാങ്ങ വെക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത്. പിന്നെ പപ്പടവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ പാത്തു തന്നെ ചോറുണ്ടോളാന്ന് പറഞ്ഞിട്ട് അവൾ ആ കൂട്ടത്തിൽ ചോറും മോരുകറിയും ചക്കപ്പുഴുക്കും മാത്രം എടുത്തിട്ടാണ് കേട്ടോ അവൾ കഴിക്കാനായിട്ടിരുന്നത്. അപ്പം ഞാനും ചക്കപ്പുഴുക്കും മീൻ കറി ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചോറും എടുത്തു. ഇതിനും ആണെങ്കിൽ ചക്കപ്പുഴുക്കാണ് കേട്ടോ ആദ്യം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കുകയാണ്. ഇപ്പം നമ്മൾ പൊതുവേ അങ്ങനെ ചോറ് എല്ലാ ദിവസവും വെക്കാറില്ല കേട്ടോ, വല്ലപ്പോഴുമാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ചോറ് വെച്ചപ്പം ചക്കപ്പുഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് തന്നെ 3 പേരും കഴിക്കുന്നുണ്ട് കേട്ടോ. പാത്തൂന് വെച്ച് കൊടുക്കാറുണ്ട്, നമ്മൾ കഴിക്കുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം അപ്പം തന്നെ കഴുകി വെച്ച് കിച്ചണും അതുപോലെ തന്നെ ഹോളും എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.